ഓം ശാന്തി 9/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നതിന്. ബാബ നിങ്ങൾക്ക് എന്ത് കേൾപ്പിക്കുന്നുവോ, മനസ്സിലാക്കി തരുന്നുവോ, അതാണ് ജ്ഞാനം. ജ്ഞാനരത്നങ്ങൾ ജ്ഞാനസാഗരനല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. നാം ഇവിടെ ഈ വിദ്യാലയത്തിൽ എന്നും പഠിക്കാനാണ് വരുന്നത്. 7 ദിവസത്തെ കോഴ്സ് കേട്ട് പിന്നെ നാം ജീവിതകാലം മുഴുവനും മുരളി കേട്ട് പഠിക്കുന്നു. മുരളി എന്നത് ബാബ കേൾപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നതാണ്. അതിന് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ സാധാരണമാണ് എന്ന് തോന്നുമെങ്കിലും ഓരോ കാര്യവും ഓരോ വരിയും രത്നങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ടാണ് ഇവയെ ജ്ഞാനരത്നങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനരത്നങ്ങൾ തരുന്നത് ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ്. മറ്റൊരു വ്യക്തിക്കും ഒരു സാധാരണ ആത്മാവിനും ഇങ്ങനെ ജ്ഞാനരത്നങ്ങൾ തരാൻ സാധിക്കില്ല. കാരണം അവർ ഈ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജമല്ല. അവർ ഈ സൃഷ്ടി നാടകത്തെ ഇരുന്ന് കാണുന്നവരുമല്ല. അതിനാൽ ബാബ എന്താണോ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് ജ്ഞാനരത്നം. അത് നമ്മൾ സ്വീകരിച്ച് ഗ്രഹിച്ച് നാം ധനവാനായി തീരണം. ചോദ്യം: ആത്മാവിൻ്റെ മൂല്യം കുറയുന്നതിനുള്ള മുഖ്യ കാരണം എന്താണ്? ഉത്തരം: മൂല്യം കുറയുന്നത് മായം കലരുമ്പോഴാണ്. ഏതുപോലെ സ്വർണത്തിൽ മായം കലർത്തി ആഭരണമുണ്ടാക്കുന്നു, അപ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നു. ഇതുപോലെ ആത്മാവ് സത്യമായ സ്വർണമാണ്. അതിലെപ്പോൾ അപവിത്രതയുടെ മായം വരുന്നുവോ അപ്പോൾ മൂല്യം കുറഞ്ഞു പോകുന്നു. ഈ സമയം തമോപ്രധാനമായ ആത്മാവിന് ഒരു മൂല്യവുമില്ല. ശരീരത്തിനും ഒരു മൂല്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവും ശരീരവും രണ്ടും ഓർമ്മയിലൂടെ മൂല്യമേറിയത് ആയിത്തീരുന്നു. സതോ പ്രധാനമായിരുന്ന ശ്രേഷ്ഠമായിരുന്ന ആത്മാവ് തമോ പ്രധാനമായത് എങ്ങനെയാണ്? ആത്മാവിൻ്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞത് എങ്ങനെയാണ്? അത് മായം കലർന്നിട്ടാണ്. മായമെന്നാൽ അപവിത്രതയാണ്. ശരീരബോധത്തിലൂടെയാണ് അപവിത്രത കടന്നു വരുന്നത്. എത്ര അപവിത്രത വന്നുകൊണ്ടിരുന്നോ അതുപോലെ തന്നെ ആത്മാവിൻ്റെ മൂല്യവും കുറഞ്ഞു കുറഞ്ഞു വന്നു. എത്ര ആത്മാവിൻ്റെ മൂല്യം കുറയുന്നുണ്ടായിരുന്നോ അത്രയും ശരീരത്തിൻ്റെയും മൂല്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. സത്യത്രേതായുഗങ്ങളിലുണ്ടായിരുന്ന ആത്മാക്കൾക്ക് ബഹുമാനം നൽകുന്നതിന് മാത്രമായി അമ്പലങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതും പല അമ്പലങ്ങളും വളരെ വളരെ വലുതായിരുന്നു, വളരെ ധനം നിറഞ്ഞതായിരുന്നു, വളരെ കലാപരമായും ഉണ്ടാക്കിയതായിരുന്നു. എന്നാൽ ദ്വാപര കലിയുഗങ്ങളിൽ വരുന്ന ആത്മാക്കൾക്ക് ബഹുമാനം കൊടുക്കുന്നത് ഇത്രയും വിപുലമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും വിധിപൂർവം ആയിരിക്കില്ല. ഇതിലൂടെ മനസ്സിലാക്കാം, ആത്മാവിന് എപ്പോൾ മൂല്യം കുറയുന്നോ അപ്പോൾ ശരീരത്തിൻ്റെയും മൂല്യം കുറയുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആത്മാക്കൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പവിത്രതയിലൂടെയാണ് സാധ്യമാകുന്നത്. എത്ര ആത്മാവ് പവിത്രമാകുന്നുവോ ശരീരവും പവിത്രമായിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് സമ്പൂർണ്ണ പവിത്രമാകുമ്പോൾ ഈ ശരീരം വിട്ട് വളരെ ശുദ്ധമായ തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ സതോപ്രധാന ശരീരം സ്വീകരിക്കും. ഇപ്രകാരം ആത്മാവും ശുദ്ധമാകുന്നു, ശരീരവും ശുദ്ധമാകുന്നു. ഇതിലൂടെ മൂല്യമേറിയത് ആകുന്നു. ഗീതം: ഇതാരാണ് രാവിലെ വന്നിരിക്കുന്നത്? ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്ത് എടുക്കുന്നതിന് എന്താണോ പറയുന്നത് അത് ചെയ്യണം. ഈ പുരുഷാർത്ഥം ചെയ്യണം. മോഹജീതരാകണം.
2. സദാ ഓർമ്മയുണ്ടായിരിക്കണം, നമ്മൾ ശാന്തി സാഗരൻ്റെ കുട്ടികളാണ്. നമ്മൾ ശാന്തമായി ഇരിക്കണം. വായിൽ മണിയിട്ടിരിക്കണം, അതായത് ഓർമ്മയിലിരിക്കണം. അശ്രദ്ധയിൽ തൻ്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബു പറയുന്നു, നാം എന്താണോ പറയുന്നത് അത് പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. നാം ഓം ശാന്തി എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവ് ശാന്തസ്വരൂപമാണ് എന്നാണ് അതിനർത്ഥം. അത് നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. നാം ശാന്തസ്വരൂപരായിരിക്കണം, അല്ലാതെ പറച്ചിൽ ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് ആയിരിക്കരുത്. എപ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയാകുന്നുവോ അപ്പോൾ ബാബയിൽ നിന്ന് പൂർണ്ണ സമ്പത്തെടുക്കാൻ സാധിക്കും. ഒപ്പം മോഹത്തെ ജയിച്ചവരാകണം. രണ്ടാം പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ശാന്തി സാഗരൻ്റെ കുട്ടികളാണ്. അപ്പോൾ നാം ശാന്തരായിരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ കോളിളക്കങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. ഒരു സംഭവവും നമ്മളെ വേദനിപ്പിക്കുന്നതായി നമ്മുടെ ഓർമ്മയിലോ ജീവിതത്തിലോ ഉണ്ടായിരിക്കരുത്. ബാബ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് സംഭവമായാലും എത്ര ദുഃഖകരമാണ് എന്ന് തോന്നിയാലും അതിൽ നന്മ അടങ്ങിയിട്ടുണ്ട്. ആ നന്മയെ നാം കണ്ടുപിടിച്ച് ആ നന്മയ്ക്കനുസരിച്ച് സംഭവത്തെ കാണുമ്പോൾ ആ സംഭവം വേദനാജനകമാകില്ല. അതിനാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കണം. ശാന്തമായി ഇരിക്കണം. എപ്പോഴും ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. അശ്രദ്ധരായി തൻ്റെ സമയം കളയരുത്. വരദാനം: സംഘടിത രൂപത്തിൽ കോട്ടയെ ശക്തമാക്കുന്ന സർവരുടെയും സ്നേഹിയും സന്തുഷ്ട ആത്മാവുമായി ഭവിക്കട്ടെ. സംഘടനയുടെ ശക്തി വിശേഷ ശക്തിയാണ്. ഏകമതത്തിലുള്ള സംഘടനയുടെ കോട്ടയെ ആർക്കും ഇളക്കാൻ സാധിക്കില്ല. എന്നാൽ ഇതിൻ്റെ ആധാരമാണ് പരസ്പരം സ്നേഹിയായി സർവർക്കും റിഗാർഡ് കൊടുക്കുക, സ്വയം സന്തുഷ്ടരായി സർവരെയും സന്തുഷ്ടമാക്കുക. ആരും ഡിസ്റ്റർബ് ആകരുത്, ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. എല്ലാവരും പരസ്പരം ശുഭഭാവനയുടെ ശുഭകാമനയുടെ സഹയോഗം നൽകിക്കൊണ്ടിരിക്കൂ. എങ്കിൽ ഈ സംഘടനത്തിൻ്റെ കോട്ട ശക്തിശാലിയാകും. സംഘടനയുടെ ശക്തി തന്നെയാണ് വിജയത്തിൻ്റെ വിശേഷ ആധാര സ്വരൂപം. സംഘടനയുടെ ശക്തി, അതായത് കൂട്ടായ്മയുടെ ശക്തി, വളരെ വിശിഷ്ടമായ ശക്തിയാണ്. കൂട്ടായ്മയുള്ള ഒരു കൂട്ടത്തെ ആർക്കും ഇളക്കാനോ മുറിക്കാനോ സാധ്യമല്ല. എന്നാൽ ഈ കൂട്ടായ്മയുടെ രഹസ്യമാണ് അല്ലെങ്കിൽ ആധാരമാണ് പരസ്പരം സ്നേഹിയായിരിക്കണം, പരസ്പരം ബഹുമാനം കൊടുക്കണം, സ്വയം സന്തുഷ്ടരായിരുന്ന് മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കണം, സ്വയം ഡിസ്റ്റർബ് ആകരുത്, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇപ്രകാരം പരസ്പരം ശുഭഭാവനയോടെ ശുഭകാമനയുടെ സഹയോഗം നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനം ശക്തിശാലിയായി തീരും. ഈ സംഘടനയുടെ, അതായത് കൂട്ടായ്മയുടെ ശക്തി തന്നെയാണ് വിജയത്തിൻ്റെ വിശേഷ ആധാരസ്വരൂപം. സ്ലോഗൻ: എപ്പോൾ ഓരോ കർമ്മവും യഥാർത്ഥവും യുക്തിയുക്തവുമാകുമോ അപ്പോൾ പറയും പവിത്രാത്മാവ് എന്ന്. പവിത്രാത്മാവിൻ്റെ കർമ്മം യഥാർത്ഥമായിരിക്കും, അതായത് സത്യതയുടെ ആധാരത്തിലായിരിക്കും. കർമ്മത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മായമോ അല്ലെങ്കിൽ തെറ്റായ ചിന്തയോ ഉണ്ടായിരിക്കില്ല. ഒപ്പം യുക്തിയുക്തമായിരിക്കും. ഓം ശാന്തി.